മലയാളിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണമൊക്കെ ആയതുകൊണ്ട് പട്ടം ഉണ്ടാക്കാൻ പോകും. പട്ടം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ പട്ടം ഉണ്ടാക്കും. ഒരു ദിവസം ഒരു 10-20 പട്ടമൊക്കെ ഉണ്ടാക്കിയ ദിവസങ്ങളുണ്ട്. പെരയ്ക്കാതെ നിറച്ച് പട്ടപ്പേപ്പർ ആകപ്പാടെ മൊത്തം ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ആരും പട്ടമൊന്നും ഉണ്ടാക്കും. ഇപ്പോൾ എല്ലായിടത്തും പട്ടമൊക്കെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ അതിന് വേണ്ടി മെനക്കെടാറുന്നു. എല്ലാവരും മൊബൈലിലൊക്കെ കുത്തിപ്പിടിച്ച് ഇരുന്ന മൊബൈലിലാണ് ഇപ്പോൾ പട്ടം പൊക്കുന്നത്. ഇവർക്ക് ഞാൻ പട്ടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞും പോയി രാവിലെ തൊട്ട് ഒരു സമാധാനമില്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് ഓണമൊക്കെ ഇല്ല. അന്നേരം എല്ലാവരും കണ്ടോട്ടെ. ചിലപ്പോൾ പട്ടം ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർക്ക് അതൊരു ഗുണം ചെയ്യുമായിരിക്കും. പിന്നെ ബാക്കി ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പട്ടം ഉണ്ടാക്കാൻ അറിയാം. മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ചെറുപ്പത്തിൽ പട്ടം പൊക്കാത്ത ആൾക്കാരുണ്ടോ എന്ന് സംശയം. അതായത് എല്ലാവരും ചെറുപ്പത്തിൽ പട്ടം പൊക്കുകയും അങ്ങനെ കളിച്ചൊക്കെ നടന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം പട്ടം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ പേപ്പർ, കളർ പേപ്പറുകൾ, വർണ്ണ പേപ്പർ കടലാസുകളാണിത്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ 10-20 പൈസയൊക്കെ ഉള്ളായിരുന്നു ഇതിന്. പക്ഷേ ഇപ്പം സംഗതി മാറി 5 രൂപ വരെ എത്തി നിൽക്കുവാണ് ഈ പേപ്പറിന്. ഒരു ഷീറ്റിന് 5 രൂപ വില. പിന്നെ വേണ്ടിയത് ഈർക്കിളി, നമ്മുടെ ചൂലിൻ്റെ ഈർക്കിളി, ഓലയെന്നൊക്കെ എടുക്കുന്ന ഈർക്കിളി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂലയിൽ നിന്ന് ഇപ്പം അടിച്ചു മാറ്റിയതാണ്. ഇതെങ്ങാനും കണ്ടിരുന്നത് ഞങ്ങൾ ഓടിച്ചാണ്. ഞങ്ങൾ നൈസായിട്ട് അടിച്ചുകൊണ്ട് വന്നത്. പിന്നെ നൂല്, നമ്മൾ തുണിയൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല്, ഇത് വേണം. പിന്നെ ഞങ്ങൾ ഇത് പേപ്പർ ഒട്ടിക്കാനായിട്ട് ശരിക്കും പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്നത്, ഇപ്പോൾ ഒത്തിരി പശയുണ്ടെന്നാലും പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്നത് ഞങ്ങൾ ചോറാണ്. നമ്മൾ കഴിക്കുന്ന ചോറ്, ഈ ചോറാണ് നമ്മൾ പശയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പേപ്പർ കട്ട് ചെയ്യുന്നതും പരിപാടി എല്ലാം ഈ നൂലിലാണ്. നമ്മൾ ഈ കോർണറിൽ നിന്ന് കണ്ടുപിടിച്ചണം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലേ, കഴിഞ്ഞ വർഷം അല്ലേ ഉണ്ടാക്കി തന്നാണല്ലോ അല്ലേ. അപ്പോൾ അല്ലേ പട്ടം പൊട്ടി ഇപ്പോൾ കൊച്ചു കരഞ്ഞ് എനിക്ക് കോർണർ കറക്റ്റ് ആക്കട്ടെ. അടിപൊളി. ഇവനെ ഇങ്ങോട്ട് മടക്കണം. ഇങ്ങോട്ട് മടക്കിയാൽ പട്ടം റെഡിയോ പൊക്കോടുന്നു. ഈ ബാക്കി പണിയൊക്കെ ചെയ്യും. എന്നിട്ട് പട്ടം പൊക്കാനുള്ളതല്ല കേട്ടോ, പൊക്കേണ്ടതാണ് നമുക്ക്. നീ ബാക്കി പണിയെല്ലാം ചെയ്തിട്ട് പിന്നെ അവസാനം വെറുതെ കളയേണ്ടോ. ഇങ്ങനെ അടി കൂടി പിടിക്കും. ഇങ്ങനെ എടുത്ത് വലിച്ചെടുത്ത് എനിക്ക് പിടിച്ചോണേ. ഓപ്പാക്കി പേപ്പർ കീറുവാണേ. നൂലെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ പേപ്പർ കീറുന്നുണ്ടോ, കണ്ടോ, കട്ടായി വരുന്നുണ്ടോ. പിടിച്ചോണേ, വിടല്ലേ. നമ്മൾ പട്ടത്തിൻ്റെ തല എന്ന് പറയുന്ന സാധനം ഇതാണ് പട്ടത്തിൻ്റെ തല. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഈർക്കിളി കൊണ്ട് ഒരു വില്ലുണ്ടാക്കണം. നമ്മൾ അമ്പും വില്ലിൻ്റെ പോലത്തെ വില്ല് ഇതുണ്ടോ, നേരെ ഓപ്പോസിറ്റ് വെക്കണം. ചെറിയ ഭാഗവും ഇതുണ്ട്, ഇതിൻ്റെ വലിയ ഭാഗവും ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കറക്റ്റ് ആകാനും ഇത് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിനെ ഒരു നൂല് വെച്ചിട്ട് ഇതിനെ ചുറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ടിരിക്കത്തില്ല. കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മളിതിനെ നൂല് വെച്ച് ഇതിങ്ങനെ ചുറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളവനെ തിരിച്ചൊന്നുകൂടെ റിട്ടേൺ ഒന്നുകൂടെ ചുറ്റണം. അപ്പോൾ നമ്മൾ വില്ലുണ്ടാക്കാനുള്ള ഈർക്കിളി, 2 ഈർക്കിളി ഇതിങ്ങനെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതേപോലെ ഒരളവിൽ നമ്മൾ ചുറ്റിയെടുത്ത്. അപ്പോൾ അങ്ങനെ ചുറ്റിയെടുക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എല്ലായിടത്തും ഒരേ ബലം കിട്ടും. ഇതുണ്ട്, വളയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇത്രയും നമുക്ക് ഇത് വളഞ്ഞ് കിട്ടും. ഇങ്ങനെ എടുത്ത് ഇതിനിടയ്ക്കോട്ടൊന്ന് കയറ്റണം. ഒന്നുകൂടെ ഒരു നൂലും കൂടെ ഇങ്ങോട്ട് വെക്കണം. പിന്നെ എന്തെങ്കിലും ചെറിയ വളവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ നൂല് ചുറ്റിക്കൊണ്ട് എങ്ങനെ ഷേപ്പ് പിടിച്ചു കൊടുത്താൽ ഇങ്ങനെ നിന്നോളും. ഇതുണ്ട്, ഏകദേശം ഈ ഒരു അളവിൽ 2 സൈഡിലും കറക്റ്റാണെന്ന് നോക്കണം. ഒത്തിരി ഇത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇത് ചൂടൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേന് ഇത് പൊളിഞ്ഞിട്ടങ്ങ് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇച്ചിരി അവിടെ നിന്ന് കുറച്ച് മാറ്റിയാണ് നമ്മളിങ്ങോട്ട് വെച്ചേക്കുന്നത്. ഒരു 2 സെൻറ്റിമീറ്റർ മാറ്റി ഇങ്ങോട്ട് വെച്ചേക്കുന്നത്. ഇതാണ്. ഇനി നടുക്കൂടെ ക്രോസ് ഒരു സാധനം കൂടെ വരും. അതേപോലെ തന്നെ 2 ഈർക്കിളി എടുക്കുക, നേരെ തല തിരിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ നൂല് ചുറ്റിയെടുക്കും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക, വീണ്ടും ചുറ്റുക. ഇതേലും നമ്മൾ അതേപോലെ ചുറ്റി പിന്നെ നമ്മളൊരു 3-4 പട്ടമൊക്കെ പൊക്കണ്ടേ. എല്ലാവർക്കും വേണം പട്ടം. അപ്പോൾ നമ്മൾ ഈ പട്ടത്തിൻ്റെ തലയിൽ നമ്മൾ വില്ലുണ്ടാക്കി. ഇത് വില്ല്. ആ വില്ല് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അമ്പ് ഉണ്ടാക്കിയ അമ്പ് നമ്മൾ എടുക്കുന്നു. അമ്പിനെ
ഈ ക്രോസ് പോകുന്ന നൂല് അമ്പിൻ്റെ മുകളിൽ വരണം. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവന്മാരെ ഈ അമ്പിനെയും വില്ലിനെയും എല്ലാം ഈ പേപ്പറിൽ ഒട്ടിക്കാണ്ട് നമ്മൾ ഒട്ടിക്കാനുള്ള ചെറിയ 1-2 പീസ് പേപ്പർ ഇപ്പോൾ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് ഇവനെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പട്ടത്തിൻ്റെ തലയുടെ പണി തീർന്നു. പട്ടം ഇത് ഒട്ടിക്കാനുള്ള ചെറിയൊരു 1-2 പീസ് പേപ്പർ വേണം. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകും. നിലവിൽ നമ്മൾ ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തതിന് ഇത്രയുള്ള ഈ ചോറിനെ നമ്മൾ ഈ പേപ്പറിൽ ഇങ്ങനെ നമ്മളിതിനെ തേച്ച് ഒട്ടിക്കുക. ഇത് ഇച്ചിരി പണിയാണ്. അത് ശക്തിയായിട്ട് പിടിച്ചാൽ പേപ്പർ എന്നൊക്കെ ഇനി നനവുള്ളതാണ്, പേപ്പർ കുതിർന്നും പോവും. ഇതിനെ ഇങ്ങോട്ട് വെച്ച് നമ്മളങ്ങോട്ട് ഒട്ടിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ട് അമുക്കാൻ പറ്റത്തില്ല. ഇത് ഓക്കെ. അപ്പോൾ അത് ഫിക്സായി. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത പീസ് എടുക്കുന്നു. വേറെ എന്തെങ്കിലും പശ ഉപയോഗിക്കാം, പക്ഷേ നനവ് കൂടിക്കഴിഞ്ഞാൽ ഈ പേപ്പർ കുതിർന്നു പോകും. പേപ്പർ വെക്കുന്നു, ഒട്ടിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ക്രോസ് പോകുന്ന നൂലുണ്ട്. ആ നൂലിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് മറ്റേ വില്ലിൻ്റെ മുകളിൽ കൂടെ വന്ന് ഇങ്ങനെ വേണം ഇതിനെ ഒട്ടിക്കാൻ. പട്ടം ഉണ്ടാക്കുമ്പോൾ പഠിക്കാൻ വേറെ കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പഠിപ്പിക്കണം വേണ്ടെന്ന് ആലോചിക്കട്ടെ. ഇതാണ് പട്ടത്തിൻ്റെ തല. അപ്പോൾ ഇത് ഈ നൂലിനെ നമ്മൾ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് കാറ്റ് പിടിക്കുമ്പോഴത്തേന് പട്ട ഏകദേശം ഈ ഒരു ഷേപ്പിലേക്കൊക്കെ മാറും. ഉണങ്ങാൻ വേണ്ടി വെയിലത്തൊന്നും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പട്ടത്തിൻ്റെ തലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ പട്ടത്തിന് വാലുണ്ടാക്കും. ഇങ്ങനെ വാലിങ്ങനെ നീണ്ടാവും. 2 ടൈപ്പ് ഉണ്ട്. വാല് കൊണ്ട് ഞങ്ങളിവിടെ പറയുന്ന പൊടിപ്പൻ എന്ന് പറയും. ഇവരെന്തിനു വന്നാ? ഇതെന്തിനാണെന്നറിയോ ഇങ്ങനെ പിടിക്കുന്നത്? പേപ്പർ കട്ട് ചെയ്യുക. നമ്മളിങ്ങനെ പേപ്പർ കട്ട് ചെയ്യും. കണ്ടോ? അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പണ്ട് പട്ടമുണ്ട്. ഇത് പട്ടമായി. കുഞ്ഞിപ്പട്ടോ? എടി നിന്നൊക്കെ വലിപ്പമുണ്ട് ഈ പട്ടത്തിന്. എന്നാലും നീ കുഞ്ഞിപ്പട്ടോ. ഇനി നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്ക് കത്രികയ്ക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റും. ശരിക്കും പഴയ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓണമായി കഴിഞ്ഞാൽ പിന്നെ മത്സരമാണ്. പട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിചിത്രമായ പട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഡിസൈൻ വർക്കും ഭയങ്കര പരിപാടിയൊക്കെ ആയിട്ട് കുറേ പട്ടം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇതിനുള്ള ചെറിയൊരു വാലുണ്ടാക്കിയിട്ടുണ്ട്. പൊടിപ്പ്, ഞങ്ങളുടെ ഇവിടെ പൊടിപ്പെന്നായിരുന്നു വന്നത്. അപ്പോൾ പൊടിപ്പുണ്ടാക്കിയിട്ട് പൊടിപ്പ് ഇത് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. കോറുമ്പശ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം ഇതിൽ ഒട്ടിക്കാൻ. ഇത് ശക്തിക്ക് തേക്കാനും പറ്റത്തില്ല. തേച്ചാൽ ഇത് കീറിയും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം തേച്ചെടുക്കാൻ. അപ്പോൾ സംഗതി പട്ടം പൊക്ക് മത്സരം സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരണം. കടയിൽ നിന്ന് മറ്റേ പ്ലാസ്റ്റിക് പട്ടം മേടിച്ചിട്ട് വന്നേക്കും. ഓടിക്കും. പൊക്കാനൊരു സ്ഥലമാണ് കണ്ടുപിടിക്കണം. അതാണ് വേറെ വിഷയം. ഈ പട്ടം നമ്മൾ കെട്ടിയിടുന്നൊരു സംഭവമാണ്. ഞങ്ങളിവിടെ തൂക്കം കെട്ടുക എന്നുള്ളത്. തൂക്കം ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് നീളം പിടിക്കും നൂലിന്. ഒരു 3-4 മടക്ക് നൂല് നമ്മളങ്ങോട്ട് എടുക്കും. അപ്പോൾ നമ്മളതിന് തൂക്കം കെട്ടാൻ പോവാണ്. തൂക്കം കെട്ടുന്നത് അതായത് ഈ ജോയിൻ്റ് വരുന്നുള്ളത് ഇവിടെയാണ്. മറ്റേ അമ്പും വില്ലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് ഇവിടെ നൂലിൻ്റെ ഒരു അറ്റം കെട്ടിയിട്ട് ബാക്കി ഭാഗം നമ്മൾ ഈ ഭാഗത്തായിട്ട് കെട്ടും. ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള വലിവും കൂടെ വരണം. ഇതിപ്പോൾ പറഞ്ഞു തരുമോയെന്ന് വെച്ചിട്ട് കോൺസ്റ്റ് അത് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ചെറിയ ഈർക്കിളി എടുത്തിട്ടുണ്ട്. ചെറിയ ഈർക്കിളിക്ക് നമ്മളിവിടെ ഒരു ചെറിയ തുളയിടും. ഇത് കറക്റ്റായിട്ട് കെട്ടിയില്ല പട്ടം നേരെ നിൽക്കത്തില്ല.
ഇതിനെ കെട്ടി ഇനി ഇതിനെ ഇവിടെ ആയിരിക്കും കെട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ബാലൻസ് ആയിരിക്കും. ഇതേലല്ലേ നിൽക്കുന്നത് സംഭവം. ഓക്കെ. വലിയ നീളമുള്ള വാലിന് ഞങ്ങൾ പണ്ട് ചേരവാൽ എന്നാണ് പറയുന്നത്. ചേരവാലം പട്ടം എന്ന് പറയും. ചേരവാലം പട്ടം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ പുള്ളികളൊക്കെ ചേരവാലം പട്ടമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പട്ടത്തിൻ്റെ വർക്ക് ഇവിടെ തീർന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ പൊക്കണം. ഇതിനെ പൊക്കാണ്ട് ഇനി പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കണം. ഇനി പിള്ളേരെയും കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഇതൊന്ന് പൊക്കിയെടുത്ത് സെറ്റാക്കി ഇതിനെ പറപ്പിക്കണം. അപ്പം ഇനി അടുത്തത് നമ്മൾ പറപ്പിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ പറപ്പീരിലേക്ക് പോകാം. പട്ടം പൊക്കാൻ വേണ്ടി ഒരു കണ്ടത്തിൽ വന്നേക്കുവാണ്. ഈരക്കടവിൽ കണ്ടത്തിൽ വന്നേക്കും പട്ടം പൊക്കാൻ വേണ്ടി. ഞങ്ങളുടെ ടീമുകളെല്ലാം ഉണ്ട്. നവോമി, സേറാപ്പൻ, ആമിറ്റൻ, ആമിറ്റൻ്റെ അച്ഛൻ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പട്ടം പൊക്കാൻ പോകുന്നത് എങ്ങനെയായി തീരുമെന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരും ഓരോ പിള്ളേർക്കൊക്കെ ഓരോ പട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിള്ളേർക്ക് ഇതൊക്കെ എല്ലാം പട്ടം പൊക്കി. അപ്പോൾ എല്ലാവരും പിള്ളേർക്ക് പട്ടം ഉണ്ടാക്കി കൊടുക്കുക. ഓണം അടിച്ചു പൊളിക്കുക. ഹാപ്പി ഓണം. ഓണമൊക്കെയാണ് അതിലേക്ക് പോകുന്നുള്ളൂ. എല്ലാവരും മാസ്ക് വെക്കണം. ഞങ്ങളിപ്പോൾ മാസ്ക് വെച്ചില്ലായിരുന്നു. ഇപ്പോൾ പട്ടം പൊക്കാൻ വന്നതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാത്രം. ഇവിടെ കാര്യമില്ല. ഇത് വിജനമായൊരു സ്ഥലമാണിത്. എന്നാലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും മാക്സിമം മാസ്ക് ഉപയോഗിക്കുക. നമ്മളെ തന്നെ സൂക്ഷിക്കുക. അത്രേ ഉള്ളൂ. വേറെ സംഗതിയൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബൈ.